പരമശിവൻ കഴുത്തിൽ വാസുകിയെ അണിഞ്ഞ കഥ അറിയാമോ? കശ്യപമുനിയാണ് ദക്ഷപ്രജാപതിയുടെ 13 പുത്രിമാരെയും വിവാഹം കഴിക്കാൻ പോകുന്നത്. ആ പുത്രിമാരിൽ കദ്രുവിനും വനിതയ്ക്കും ഓരോ വരം വേണം. 1000 നാഗങ്ങളുടെ അമ്മ ആവുക എന്നതാണ് കദ്രുവിന്റെ ആഗ്രഹം. വിനതയ്ക്ക് 2 പുത്രന്മാരെ വേണം. ഈ പുത്രന്മാർ 1000 നാഗങ്ങളെക്കാളും ശക്തിയുള്ളവരും ആയിരിക്കണം. അങ്ങനെ 1000 നാഗങ്ങൾ കദ്രുവിന് ജനിച്ചു. വാസുകി, മാനസ്, തക്ഷൻ എന്നിവരും അടങ്ങുന്നു. വിനതയ്ക്ക് ഗരുഡൻ, അരുണ എന്നു പേരുള്ള 2 പുത്രന്മാരും ജനിച്ചു. കദ്രുവിന്റെ 1000 നാഗപുത്രന്മാരിൽ ഏറ്റവും മികച്ചവനായിരുന്നു ആദിശേഷൻ എന്ന അനന്തൻ. സഹോദരങ്ങളും അമ്മയും ചേർന്ന് വിനതയെ കബളിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട അനന്തൻ വീടുവിട്ട് പുറത്തേക്ക് പോയി. ബ്രഹ്മാവിന്റെ പരമഭക്തനായ അനന്തൻ അദ്ദേഹത്തിന്റെ പ്രീതി നേടാൻ ശ്രമിച്ചു. അനന്തന്റെ പ്രാർത്ഥന ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി. ബ്രഹ്മാവ് അദ്ദേഹത്തിന് വരം നൽകുന്നു. മഹാവിഷ്ണുവിന്റെ മെത്തയായി വാഴും എന്നും ഭൂമിയെ തന്റെ ഫണത്തിൽ താങ്ങി നിർത്തുമെന്നും വരം നൽകി ബ്രഹ്മാവ് മടങ്ങുന്നു. അങ്ങനെ മഹാവിഷ്ണുവിന്റെ മെത്തയായി അനന്തൻ വൈകുണ്ഠത്തിൽ ജീവിക്കുന്നു. ഭൂമിക്കിടയിൽ ജീവിക്കാനും ഭൂമിയുടെ ഉപരിതലത്തിൽ കാണാതിരിക്കാനും വാസുകിക്ക് ബ്രഹ്മാവിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിരുന്നു. പക്ഷേ വാസുകി അത് ലംഘിച്ചു. കൈലാസത്തിലെ തന്റെ പ്രാർത്ഥനാമൂർത്തിയുടെ ദിവ്യരൂപം ദർശിച്ചേ മതിയാവൂ. അതിനായി പാതാളത്തിൽ നിന്നും വാസുകി പുറത്തുവന്നു. മഹാദേവനെ ദർശനം കഴിഞ്ഞു മടങ്ങും വഴി മഹാവിഷ്ണു വാസുകിയെ കാണാൻ ഇടയായി. വാസുകിയെ കണ്ടു കോപാകുലനായ മഹാവിഷ്ണു അവനെ കൊല്ലാൻ ഗരുഡനോട് ഉത്തരവിട്ടു. ഇതറിഞ്ഞ് പരമശിവൻ തന്റെ ഭക്തനെ സംരക്ഷിക്കാൻ അവനെ എടുത്ത് കഴുത്തിലേക്ക് ഇടുകയും ചെയ്തു. അങ്ങനെയാണ് വാസുകി പരമശിവന്റെ കഴുത്തിലെ ആഭരണമായത്. ജനനം, മരണം, പുനർജന്മം എന്നീ 3 ചക്രങ്ങളെ സൂചിപ്പിക്കുന്നതും പരമശിവന്റെ കഴുത്തിലെ ഈ വാസുകിയാണ്. ഭയാനകമായ സർപ്പങ്ങളെ കണ്ടാൽ ആരും ഭയന്നുപോകും. എന്നാൽ ശിവൻ അവയെ കഴുത്തിൽ ധരിക്കുന്നത് ഭയത്തിന്റെ മേലുള്ള അവന്റെ നിയന്ത്രണത്തെയും ഉത്കണ്ഠകളെ മറികടക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. ജീവിതത്തിനും മരണത്തിനും ഭയത്തിനും അപ്പുറം എല്ലാ ജീവജാലങ്ങളുടെയും ആത്യന്തിക ഭരണാധികാരിയാണ് പരമശിവൻ. മനുഷ്യർക്ക് സർപ്പങ്ങളെ ഭയമാണെങ്കിലും അതേ സർപ്പമായ വാസുകി ശാന്തമായി ഭഗവാന്റെ കഴുത്തിൽ ചുരുണ്ടിരിക്കുന്നു. കോപത്തിൽ വിഷത്തിന്റെയും പ്രതീകമാണ് സർപ്പങ്ങൾ. വിഷമായി മാറുന്ന കോപത്തെ തന്റെ ഭക്തർ നിയന്ത്രിക്കണമെന്നും കോപത്തിന്റെ അന്ധമായ ശക്തിയെ മറികടക്കണമെന്നും ഓരോ മനുഷ്യരിലും കാണുന്ന അഹങ്കാരം എന്ന സർപ്പത്തെ നിയന്ത്രിച്ചാൽ അലങ്കാരമായി ഓരോരുത്തർക്കും കഴുത്തിൽ ഇടാം എന്നും ഭഗവാൻ കാണിച്ചു തരുന്നു. ഇതാണ് പരമശിവൻ വാസുകിയെ കഴുത്തിൽ ആഭരണം പോലെ അണിഞ്ഞിരിക്കുന്നതിന്റെ കഥയും മനുഷ്യന് ഭഗവാൻ നൽകുന്ന സന്ദേശവും.